നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മോനെ, കട ഇത് തന്നെയല്ലേ? അതെ അമ്മേ, അത് തന്നെയാ. വാ വാ. അങ്കിളെ, ഞാൻ പറഞ്ഞിരുന്നില്ലേ പോയിട്ട് വരുമെന്ന്? വന്നു. ഇതെന്റെ അമ്മ ശ്രീകല. നമസ്കാരം. നമസ്കാരം. ഇത് മുത്തശ്ശി. ഇത് തമ്പിയച്ഛൻ. നമസ്കാരം. അമ്മേ, ഇതാണ് സൗവർണിയുടെ അച്ഛൻ സുരേന്ദ്രൻ, ദേവൂട്ടിയുടെ അച്ഛൻ. അത് കുമാരേട്ടൻ. ഇവൻ എല്ലാവരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ദേവൂട്ടിയെ കുറിച്ച് പറയുമ്പോ ഇവന് 100 നാവാ. അങ്കിള് സംശയിക്കൊന്നും വേണ്ട. ഞാൻ വാടകയ്ക്ക് എടുത്ത് കൊണ്ടുവന്നൊന്നുമല്ല. ഒറിജിനലാ, എല്ലാം ഒറിജിനലാ. അയ്യോ മോനെ, അങ്ങനെയൊന്നുമല്ല. ഞാനേ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. ആ കുമാരേട്ടനുണ്ടല്ലോ, പുള്ളി എന്നെ നല്ലോണം വരട്ടിയിട്ടുണ്ട്. ഒന്ന് പോടാ. ഈ സമയത്താണോ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇവനൊരു ബെല്ലും ബ്രേക്കും ഇല്ലാത്തവനാ കുമാരേട്ട. മോൻ പറഞ്ഞത് ശരിയാ മേഡം. ഞാൻ അല്പം പരുഷമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. അത് സാരമില്ല. നിങ്ങളുമായി ഇടപഴകിയതിന്റെ ഗുണ ഇവനിപ്പോ ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞു തുടങ്ങിയത്. നിങ്ങളുടെ മോളെ കുറിച്ച് ഇവൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ആ മോളെ ഒന്ന് കാണണം. അയ്യോ, അവള് പുറത്തു പോയിരിക്ക. കുറച്ചു കഴിയും വരാൻ. വേണ്ട, ഇവിടെ വെച്ച് കാണണ്ട. നമുക്ക് വീട്ടിൽ വെച്ച് കണ്ടാ മതി. അതെ, നാളെ രാവിലെ ഞങ്ങൾ വീട്ടിലോട്ട് വരും. അവിടെ വെച്ച് കാണാം. സന്തോഷം, വളരെ സന്തോഷം. ഞങ്ങളെന്നാ അമ്പലത്തിലോട്ട് പോവാ. ശരി ശരി അമ്മേ. അമ്മേ, ഇവിടെയുള്ളൊരു ദേവിക്ക് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഹാരമുണ്ട്. അക്ഷരഹാരം. അക്ഷരഹാരോ? അതെന്താ? അത് മാഡം, ഏതെങ്കിലും സൂക്തങ്ങളോ മന്ത്രങ്ങളോ പ്രാർത്ഥനകളോ അക്ഷരമായി വെട്ടിയൊരുക്കി ഹാരത്തിൽ ചേർത്ത് കെട്ടുന്നതാണ് അക്ഷരഹാരം. ആഹാ, അത് കൊള്ളാലോ. എന്നാ ദേവിക്ക് സമർപ്പിക്കാൻ ഒരു അക്ഷരഹാരം തന്നോളൂ. അയ്യോ, അത് ഉണ്ടാക്കി വെക്കാറില്ല. ആൾക്കാരുടെ താല്പര്യം അനുസരിച്ചാ അക്ഷരങ്ങൾ ചേർക്കുന്നത്. അതുകൊണ്ട് ആവശ്യമുള്ളവര് ഓർഡർ തന്നിട്ട് പോവും. ഞങ്ങൾ അത് ചെയ്തു കൊടുക്കും. എന്നാലേ ഞങ്ങളും ഒരു അക്ഷരഹാരത്തിന് ഓർഡർ തരുന്നു അല്ലേ? ഓർഡർ കൊടുക്കട്ടെ? കൊടുത്തോ? ഹാരത്തിൽ ചേർക്കേണ്ട അക്ഷരം ഏതാണെന്ന് കൂടി പറയണം. സന്ദീപേ, നീ പറ, എന്താ അക്ഷരം? അമ്മ പറഞ്ഞു. അമ്മയ്ക്ക് ഇഷ്ടമുള്ള പറഞ്ഞു. തമ്പിയേട്ടൻ പറ, എന്താ അക്ഷരം? ശുഭമാംഗല്യം എന്നായാലോ? മതി, ശുഭമാംഗല്യം. ദേവി എല്ലാം ശുഭമാക്കട്ടെ. എന്നാ ശരി, അപ്പൊ നാളെ കാണാം. കാണാം. ശരി ശരി. ശരി. ദേവി, വിദ്യാമ്മേ, ഇതാണ് എന്റെ അമ്മ. നമസ്കാരം. നമസ്കാരം. ഇത് മുത്തശ്ശി. ഇത് തമ്പിയച്ഛൻ, രാജ്മോഹൻ തമ്പി. വീണ്ടും വരുമെന്ന് പറഞ്ഞ് സന്ദീപ് പോയപ്പോ ഇത്ര വേഗം വരുമെന്ന് കരുതിയില്ല. ഇത് അമ്മേ, ഇത് വിദ്യാമ്മ. ദേവിയുടെ നടയിൽ മിക്കവാറും വിദ്യാമ്മ ഉണ്ടാവും. നമുക്ക് എന്തും വിദ്യാമ്മയോട് ചോദിക്കാം. കൃത്യമായൊരു ഉത്തരം ഇവിടെ ഉണ്ടാവും. നമസ്കാരം. നമസ്കാരം. മൂകാംബികാമ്മയെ കാണാൻ വേണ്ടി മാത്രമല്ല ഈ വരവ്, അല്ലേ? ചെല്ലു. ആദ്യം കൊടിമരം തൊഴുതിട്ട് മുന്നോട്ട്. വന്ന കാര്യങ്ങളെല്ലാം ഭംഗിയാവും. ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും. ശരി.
നല്ല ഐശ്വര്യം, നല്ല സംസാരം. കണ്ടിട്ട് കണ്ണെടുക്കാൻ തോന്നിയില്ല. മുത്തശ്ശി കണ്ണു വെക്കാതെ. കണ്ണു വെച്ചതല്ലടാ കുട്ട. നമ്മളെ ഈ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു നിൽക്കുമ്പോ നല്ല മുഴുക്കാപ്പൊക്കെ ചാർത്തി ഒരുക്കിയ ദേവീ വിഗ്രഹം കാണുമ്പോ കണ്ണെടുക്കാൻ തോന്നാറില്ലല്ലോ. എത്ര കണ്ടാലും മതിയാവില്ല, അതുപോലൊരു തോന്നല്. അത് മുത്തശ്ശിയുടെ തോന്നലാ. ആ ചിലപ്പോഴൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ട് അവരൊരു സാധാരണ സ്ത്രീ അല്ലെന്ന്. പക്ഷേ പെരുമാറ്റത്തിലൊക്കെ ഒരു സാധാരണ സ്ത്രീ. പക്ഷെ അതിനപ്പുറം അവരെന്തൊക്കെയോ ആണ്. അത് പക്ഷേ എനിക്ക് ഇനിയും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ദൈവസാക്ഷാത്കാരം ലഭിച്ച ആളുകള് എല്ലായിടത്തും ഉണ്ടാവും. അത്തരത്തിലൊരാളായിരിക്കും അവര്. എന്തോ അറിയില്ല, അവർക്ക് എന്തൊക്കെയോ സിദ്ധികളുണ്ട്, അത് ഉറപ്പ്. അവർ പലതും മുൻകൂട്ടി കാണുന്നു, മുന്നറിയിപ്പ് കൊടുക്കുന്നു, ഇടപെട്ട് നടത്തുന്നു. ആ മുഖത്തെ തേജസ് കണ്ടില്ലേ, അതിൽ നിന്നറിയാം അവര് സാധാരണ ആളെ അല്ലെന്ന്. ആ അതെ, വാ പോയി തൊഴുതിട്ട് വരാം. എനിക്കൊന്നും മനസ്സിലാവണല്ലോ കുമാരേട്ടാ. അവരെന്തിനാ ദേവൂട്ടിയെ കാണാൻ വരുന്നത്, അതും വീട്ടില്? എന്തിനും ആകാം, വെറുതെ ഒന്ന് കണ്ടിട്ട് പോകാനാകും. അതിനപ്പുറമുള്ള വല്ല കാര്യങ്ങൾ സംസാരിക്കാനും ആകും. അവര് വരട്ടെ സുരേന്ദ്ര, അതിനിത്രയ്ക്ക് എന്തിനാ വേവലാതിപ്പെടുന്നേ? അതല്ല കുമാരേട്ടാ, തിരുവനന്തപുരത്തുനിന്ന് ഇതുവരെ വരുന്നു. ശരി, ദേവിയെ തൊഴാനാ, അത് സ്വാഭാവികമാണ്. പക്ഷേ അതിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ഇവിടെ ഒരു കുഞ്ഞു പൂക്കടയും വെച്ചിരിക്കുന്ന പെൺകുട്ടിയെ വീട്ടിൽ ചെന്ന് കാണാനൊരുങ്ങുന്നു എന്നൊക്കെ പറയുമ്പോ അതിന്റെ അർത്ഥം എന്താ? അതാ ഞാൻ പറഞ്ഞത്, അതിന്റെ അർത്ഥം എന്തോ ആയിക്കോട്ടെ, നമ്മൾ അതിനെക്കുറിച്ച് വേവലാതിപ്പെടുന്നത് എന്തിനാ? ആ പയ്യൻ കഴിഞ്ഞ തവണ വന്നിട്ട് പോകാൻ നേരത്ത് പറഞ്ഞത് കുമാരേട്ടന് ഓർമ്മയുണ്ടോ? എന്തു പറഞ്ഞു? ഞാൻ വരും, ഞാൻ ബന്ധുക്കാരെ കൂടെ കൊണ്ടുവരും എന്നല്ലേ പറഞ്ഞത്? ഇന്ന് പറഞ്ഞതെന്താ? ബന്ധുക്കാരെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു, കൊണ്ടുവന്നു എന്നല്ലേ അവൻ പറഞ്ഞത്? അതിന് ഇനിയിപ്പോ വല്ല കല്യാണാലോചന വന്നാണോന്ന് സംശയമുണ്ട്. അവരെന്റെ കുട്ടിയുടെ കുറവുകൾ അറിഞ്ഞിട്ടാണോ വരുന്നത്? ഇതുവരെ അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ അതറിയുമ്പോൾ ഉണ്ടാവുന്ന പ്രതികരണം എന്താവും കുമാരേട്ടാ? മകന്റെ ജീവൻ രക്ഷിച്ചു എന്നവർ പറയുന്ന പെൺകുട്ടിയെ കാണാനാണ് വരുന്നതെങ്കിൽ ഈ ആശങ്കയ്ക്കൊന്നും പഴുതില്ല. അവര് വരും, കാണും, തിരിച്ചു പോകും. പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും വിചാരം ഉണ്ടെങ്കിൽ അവരുടെ പ്രതികരണം എന്തായിരിക്കുമെന്നൊന്നും പറയാനാവില്ല. നമ്മളിപ്പോ എന്താ ചെയ്യാ? തൽക്കാലം ഒന്നും ചെയ്യാനില്ല. നാളെ അവര് വരട്ടെ സുരേന്ദ്ര. എന്തുദ്ദേശത്തോടു കൂടിയാണെങ്കിലും ദേവൂട്ടിയെ കാണട്ടെ. പിന്നെ ഒരു കാര്യം സുരേന്ദ്ര, ദേവൂട്ടി മൂകാംബികമ്മയുടെ സ്വന്തം കുഞ്ഞാ, ദേവിക്ക് പ്രിയപ്പെട്ടവൾ. അവളുടെ കണ്ണു നിറയാൻ ദേവി ഇടവരുത്തില്ല, അതെനിക്കുറപ്പാ.